അപ്പോൾ ഒരു ഡോഗ് നമ്മളെ കടിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ റീസെൻ്റ് ഞാൻ പറഞ്ഞില്ല, എന്നെ ഡോഗ് കടിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു സ്ട്രേഞ്ചറായ ഡോഗിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നമസ്കാരം, നമ്മളുള്ളത് വീണ്ടും പത്തനംതിട്ട. ഏബലിൻ്റെ ഫ്രണ്ടാണ്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഷാജി. ആ, നമ്മുടെ ഒരു വ്യൂവറാണ് കേട്ടോ. ഇന്നാള് നമുക്ക് റീസെന്റ് ഒരു കടി കിട്ടിയായിരിക്കും നിങ്ങൾ അറിഞ്ഞു. അപ്പൊ നിലവിൽ നമ്മുടെ കടി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ. ഇപ്പൊ 22 ദിവസമായി നമുക്ക് കടി കിട്ടിയിട്ട്. കഴിഞ്ഞ ഇപ്പം 3 വ്യാഴാഴ്ച കഴിഞ്ഞ്. ഇന്ന് ഇപ്പൊ ഈ വ്യാഴാഴ്ച ആകുമ്പോൾ 22 അല്ല 28 ദിവസമാവും ഈ വ്യാഴാഴ്ച ആകുമ്പോൾ കേട്ടോ. അപ്പോൾ കടി കിട്ടിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ റോഡ് വീലറിന്റെ കടി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു പ്രത്യേകത ഇത് ജർമ്മൻ ഷെപ്പേർഡ് അല്ലേ നിങ്ങളെ? എത്ര വയസ്സുണ്ട് ഇവന്? 1 വയസ്സ്. 1 വയസ്സ്. ഇപ്പൊ ഈ ഏബലിനോടല്ല ഇങ്ങനെ പറഞ്ഞേ, നമ്മുടെ ഡോഗിന്റെ കാര്യം. എങ്ങനെയുണ്ട് കടി കിട്ടിയത്? അത് ഞാൻ പേടിച്ചു പോയി. തിരിഞ്ഞൊരു വരവ് അവിടെ ഇരുന്നിട്ട് ഒരു ഒറ്റ വരവായിരുന്നു. ഇതിനു മുമ്പ് പല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ബ്രദറിന്റെ പല ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലായിരുന്നെങ്കിൽ ബൈ ഫേസ് അന്നേരം ഉടനെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനു മുമ്പ് ഞാൻ മധ്യപ്രദേശത്തായിരുന്നു. ഇവിടെ വന്നിട്ട് ലാസ്റ്റ് 1 ഇയർ ആയത്. അപ്പൊ അവിടെ വെച്ച് ഞാൻ യൂട്യൂബിലെ ഈ ഫോട്ടോ മൊത്തം വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് ഹരിയാണയിൽ നിന്ന് കൊണ്ടുവന്നു. മെയിലോ ഫീമെയിലോ? ഇത് മെയിലാ. ഞാൻ മെയിലും ഫീമെയിലും രണ്ടിനെയാണ് കൊണ്ടുവന്നത്, പേരാ കൊണ്ടുവന്നത്. പക്ഷെ ഫീമെയിലും മരിച്ചുപോയി. മെയിലുണ്ട്. അവന് ഈ മാസം 10-ാം തീയതി, ഈ ആഗസ്റ്റ് 10-ാം തീയതി 1 വയസ്സ് കംപ്ലീറ്റ്. അവന് മൊത്തം ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട്, സർട്ടിഫിക്കറ്റ്. നിലവിൽ ഇപ്പൊ ഇവനെ ആരെയും കടിച്ചിട്ടൊന്നുമില്ല. ഇന്ന് വരെ സാഹചര്യം ഒരുക്കിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയിട്ടില്ല. പക്ഷെ ഈ ബൗണ്ടറിക്കകത്ത് വന്നാല് അവന്റേതായിട്ടുള്ള സ്വഭാവം കാണിക്കും. ബൗണ്ടറിയിൽ നമ്മള് വേറെ ആൾക്കാർ തുറന്നോളൊന്നുമില്ലല്ലോ. ഇല്ല, ഞാൻ വിടത്തേ ഇല്ല. അപ്പൊ നമ്മളെന്താ വെച്ചാൽ അറിയുന്നു, ഇന്നിപ്പോ അങ്കിള് ഉള്ളിലിരുന്ന് ജനലിൽ കൂടെ കണ്ടോ. അപ്പൊ ഞാൻ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇവനെ ഞാൻ ഫ്രീ ആയിട്ട് സിംഗിൾ ആയിട്ട് പോയിട്ട് തന്നെ അങ്ങോട്ടൊന്ന് കാണാൻ വിചാരിച്ചു. അങ്കിളെന്റെ എല്ലാ വീഡിയോ കാണുന്നതാണ്. ചില സാഹചര്യങ്ങൾ ഓരോരുത്തർ അഭിപ്രായം പറയും. നമ്മള് ഓണറിനെ നമ്മൾ കൂടെ നിർത്തുന്നോണ്ടാണ് ഡോഗ് നമ്മളിവിടെ വരുന്നത്. ഇത്രയല്ല ഡോഗ് വരുന്നത്. അപ്പം പക്ഷെ നമ്മള് ഈ ഓണറെ കൂടെ ഇല്ലാതെയും ഓണർ കൂടെ നിന്നുകൊണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഈ നമ്മുടെ വീഡിയോ അങ്ങനെ ആക്കാം. സാറ് ഉള്ളിലിരുന്നോളൂ, ഉള്ളിൽ ജനലിൽ കൂടെ കണ്ടല്ലേ, അതേപോലെ നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത ഉണ്ട്. ഇന്നിപ്പോ ജർമ്മൻ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ജർമ്മൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് വീലർ ഇനി നമ്മുടെ പ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ആണല്ലോ സ്റ്റാർട്ടിങ്, നമുക്ക് കടി കിട്ടി കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് അന്ന് കടി കിട്ടുമ്പോൾ നമ്മൾ ടോട്ടൽ ഏകദേശം 22 റോഡ് വീലറിൻ്റെ ചലഞ്ച് കഴിഞ്ഞിട്ട് 23 ഡോഗാണ്. ഇപ്പോൾ ഈവൻ ഏബിൾ എത്ര റോഡിൻ്റെ തന്നിട്ടുണ്ട്? ഏബിലെ ഒരു റോട്ടോ 2 റോഡിൻ്റെ 2 റോഡിൻ്റെ ചലഞ്ച് ഏബിൾ തന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മുടെ ചാനലിൽ 22 റോഡ് വീലറിൻ്റെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 22 ഡോഗും നമ്മളെ കടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ 23 ഡോഗാണ് റോഡ് വീലറെ കടിച്ചത്. അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് എനിക്ക് ഒരു 10-15 ജർമ്മൻ ഷെപ്പേർഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊരു ജർമ്മൻ ഷെപ്പേർഡ് കടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്ലാൻ ചെയ്യാം. ചുമ്മാ നമ്മളൊരു നേരെ ഈ ഡയറക്റ്റ് സംസാരം കാര്യങ്ങളൊന്നും ഇല്ലാതെ നേരെ പോയിട്ട് പെട്ടെന്ന് നമുക്ക് ഡോഗിനെ തുറന്നു വിടാനുള്ള പ്ലാനാണ്. ജർമ്മനാണ്, എൻ്റെ വീട്ടിലൊരു ജർമ്മനുണ്ട്. അപ്പോൾ ജർമ്മൻ്റെ വേറെ സ്വഭാവ രീതിയുണ്ട്. അവരുടെ ഗാർഡ് ഡോഗാണ് മെയിൻ. അവരുടെ ഗാർഡിങ് ഒരു പ്രത്യേക രീതിയിലുള്ള ഗാർഡിങ്ങാണ്. സാധാരണ ജർമ്മനൊക്കെ കടിച്ച് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് കടിച്ചില്ലെങ്കിലും അവർ നമ്മളെ ഇങ്ങനെ സ്ട്രേഞ്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ അഴിഞ്ഞു വന്ന ഡോഗ് നേരെ വന്നിട്ട് നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ കൈ കയറ്റി വെച്ചിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കി നിൽക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അവനെ തുറന്ന് വിട്ടിട്ട് സംസാരിക്കാം. അവൻ്റെ പേരെന്തായിരുന്നു അങ്കിളെ? ഷാഡോ. എൻ്റെ കൂടെ പോരെ ഷാഡോ. ഇവിടെ ഹലോ ഷാഡോ. നീ ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയാണോടാ? എന്താണ് പറയുന്നില്ലല്ലോ. നീ ആൾക്കാരൊക്കെ വന്നാൽ ഭയങ്കര കൊരാന്ന് കേട്ടല്ലോ. ആരെ കടിച്ചിട്ടില്ല എന്ന് അറിഞ്ഞു. നീ കൊരക്കാരനാന്ന് കേട്ടല്ലോ. ശരിയാണോ? ശരിയാണോ? എന്താ എന്താണ് എന്താ ഇവിടെ ഇരിക്കും. അവിടെ ഇരുന്നേ. ഇവിടെ ഇരിക്കാം. എവിടെ നിന്ന് ഇവിടെ ഇരിക്കും. അവിടെ ഇരുന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് പുറത്തിറങ്ങി സംസാരിച്ചാലോ? പുറത്തിറങ്ങിയാലോ? ഇത് കണ്ടോ? ഇതുണ്ടോ ഒരാളെന്നെ കടിച്ചാ? നിന്നെ പോലത്തെ ഒരു കൂട്ടുകാരനെ കടിച്ച്. ഇങ്ങോട്ട് നോക്ക്. ഈച്ചേനെ പിന്നെ നോക്കാം. വിരട്ട തന്നെ തുറന്നങ്ങ് വിരട്ട തന്നെ. തുറന്നങ്ങ് വിരട്ട തന്നെ. നമുക്കൊരു കാര്യം ചെയ്യേ, ഇതിൻ്റെ അങ്ങ് തുറന്നും കൂടാം.
അവന് വേറെ ആക്ടിവിറ്റി ഒന്നും കാണിച്ചില്ല. അപ്പോൾ നമുക്ക് ഋഷിയുടെ ആ ഗേറ്റിലേക്ക് പോയിരുന്നു അവിടെ കേട്ടെ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ അറിയോ, അപ്പോൾ ഇവ വേറെ ആക്ടിവിറ്റി ഒന്നും കാണിച്ചില്ല. അപ്പോൾ ജർമ്മൻ്റെ ഗാർഡിങ് അറിയാലോ, പുറത്തിറങ്ങിയിട്ട് എന്താ നമ്മൾ പല വീഡിയോയിലും കാണാറുണ്ട് നമുക്ക് കടി കിട്ടിയതൊക്കെ ഡോഗ് പുറത്തിറങ്ങിയ ശേഷമാണ് കിട്ടുന്നത്. ബൈ ചാൻസ് കിട്ടും, കിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇന്നേ വരെ ഈ ഡോഗ് വേറെ ആരും കടിച്ചിട്ടില്ല. പക്ഷേ സ്ട്രേഞ്ചേഴ്സ് വരുമ്പോഴുള്ള അഗ്രഷൻ്റെ കാര്യം സാറ് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളോട് വേറെ അഗ്രഷൻ ലെവലൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഇത്തരമുള്ള വ്യത്യാസം, നമ്മളെല്ലാവരും ഡോഗ് വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഡോഗുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡോഗ് നമ്മളെ കടിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ റീസെൻ്റ് ഞാൻ പറഞ്ഞില്ല, എന്നെ ഡോഗ് കടിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു സ്ട്രേഞ്ചറായ ഡോഗിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡോഗ് നമ്മളെ കടിച്ച അത്രയും മാരകമായിട്ട്, ഞാൻ ഈ കടീനെക്കുറിച്ച് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കടിയാണ് ഈ റീസെൻ്റ് എനിക്ക് കിട്ടിയ കടി. ഈ 4.5 കൊല്ലമായിട്ട് നമ്മൾ കണ്ടൻറ്റ് ചെയ്യുന്നു. ഏകദേശം 200 പേരും ഡോഗിനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. നമ്മുടെ റെഗുലർ പ്രേക്ഷകർക്ക് അറിയാം, അതിൽ നമുക്ക് 8 കടിയാണ് കിട്ടിയത്. ആ 8ാമത്തെ കടിയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കടി. ഏകദേശം ഞാൻ ഡോഗ് കടിച്ചതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാരകമായത് 8ാമത്തെ കടിയാണ്. ഞാൻ ഏകദേശം ഒരു 14 ദിവസം ഇരുന്ന് പോയെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ഭാഷ പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി പോയായിരുന്നു, അല്ലേ, കോമൺ ഭാഷ പറഞ്ഞാൽ ഡൗൺ ആയി പോയായിരുന്നു. വേറെ ഒന്നുമല്ല, അത്രയും പെയിനായിരുന്നു. ഏകദേശം ഒരു 10 ദിവസത്തോളം ഭയങ്കര പെയിനായിരുന്നു, കൈ അനക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ മുറിവിൻ്റെ ആഴം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചിനുള്ള മുറിവുണ്ടായിരുന്നു, പക്ഷേ ഞാൻ സ്റ്റിച്ച് ഇട്ടില്ലായിരുന്നു. ഞാൻ ഓൾറെഡി വാക്സിനേറ്റഡ് ആയതുകൊണ്ട് ഞാൻ വാക്സിൻ സ്കിപ്പ് ചെയ്തു. പിന്നെ ഡോഗും വാക്സിനേറ്റഡ് ആയിരുന്നു. പക്ഷേ ഒരു ഫാൾട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ, അത് ഇത്രയും വലിയ മുറിവായതുകൊണ്ട് അതിൽ മറ്റേ മുറിവിനുള്ളിൽ എടുക്കുന്ന ഇമ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് സംബന്ധിച്ച് മുറിവ് ഉണങ്ങാൻ ഭയങ്കര ഡിലേ ആയി. ഏകദേശം 16 ദിവസം കൊണ്ടാണ് മുറിവ് ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങി നമ്മൾ ഡ്രൈ ആയി വരുന്ന ഭാഗമില്ലേ, ആ ലെവലിലെത്തിയത് 16 ദിവസം കൊണ്ടാണ്. ഇപ്പം 22 ദിവസമായി. ഇപ്പോഴും ആ ലെവലിൽ തന്നെ ഇരിപ്പുണ്ട്. മുറിവ് ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു ബൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം തികഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ട്രേഞ്ചർ ഡോഗിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇവൻ എന്തുകൊണ്ടോ നമ്മൾ ഇപ്പോൾ അഗ്രഷൻ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡോഗിനെ നമ്മൾ വീണ്ടും ഒരു സ്ട്രേഞ്ചർ ഡോഗിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു മാനസികാവസ്ഥ നമ്മളെല്ലാം ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുപോലെ നമുക്ക് തുറന്നു വിടാം, അല്ലേ? തുറന്നു വിട്ടെ തന്നെ മെയിലാണ് കേട്ടോ. സാർ പറഞ്ഞാൽ 2 ഫീമെയിലും മെയിലും കൊണ്ടുവന്നായിരുന്നു. അവന്മാരെ പിടിച്ചോ, അവന്മാരെ പിടിക്കുന്നുണ്ടോ? എന്നല്ല അവന്മാരെ പിടിക്കുന്നുണ്ടോ? ആ ഡോറ് തുറന്നാണോ കിടക്കുന്നേ? ഡോറ് തുറന്നാണല്ലോ കിടന്നേ? വേണ്ട, അവരെ പിടിക്കുന്നില്ല. നീ വന്നേ പുറത്ത് പോകണ്ട, പുറത്ത് പോകണ്ട. വാ, കൊച്ചിങ് വന്ന് ചോദിക്കട്ടെ. വാ, ഇവിടെ വന്ന് തുടങ്ങി ഇവന്മാർക്ക് വേറെ ചാരിക്കയറ്റം. ഇങ്ങൊന്നേ വാ, ഇവിടെ വേണ പോവാ, വയനാട് വരെ പോവാ. വാ, ഇങ്ങൊന്നേ. ഇവരിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. പപ്പി സ്റ്റേജ് ആണ്. 1.5 വയസ്സ് വരെ ശരിക്കും ഡോഗൊക്കെ പപ്പി സ്റ്റേജ് ആയിട്ട് വരും കേട്ടോ. പക്ഷേ ചാടി നമ്മളെ കയറി എന്നാൽ ഞാൻ നമ്മുടെ ഏകദേശം ഹൈറ്റിന് ഇത്ര ഉണ്ടാവും, അല്ലേ? വാ, അവിടെ പോവാ, നമുക്ക് ഇങ്ങോട്ട് വാ. ഓടിയാ അവിടെ ഞങ്ങളൊക്കെ നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വിട്ട് വാ, ചാടിക്കേ നോക്കട്ടെ. ഇങ്ങൊന്നേ, കൈ കന്നേ, ഇപ്പോൾ ഷെയ്ക്കാനൊക്കെ തന്നെ. വാ, ഓടിവാ, ചാടോ. ഇവിടെ ചാടി മേത്ത് കയറും കേട്ടോ, മൗണ്ടി. ഇവിടെ വേണോ? ഇവിടെ ഇരിക്കും കണ്ടോ, മൗണ്ട് ചെയ്യാൻ കയറും ഇനി. അവിടെ സിറ്റ് ഇരിക്കും. ഇത് നോക്കിയേ, നീ ഇങ്ങോട്ട് നോക്കിയേ. ഇത് കണ്ടോ? നീ ഇത് കണ്ടോ? ഇവിടെ കടിച്ചാ ഇവിടെ മണത്ത് വയ്ക്കുക. വന്നേ, ഇവിടെ വേണോ? ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. സിറ്റ് ഇവിടെ ഇരിക്കും. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കണോ ചെയ്യുന്നത്? ഇത് ഇട്ടാ ഇത് കാണിച്ചാൽ മുറിവ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ കണ്ടീഷനായിരുന്നു. അപ്പം ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഡോഗ് ബൈറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ട്രേഞ്ചർ ഡോഗിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഫീല് കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനത്തെ ഒരു ഫീൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സാധാരണ എല്ലാവർക്കും ആ ഒരു ഫീല് അല്ലേ, പോലെ ഒരു പട്ടി കടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പടി അടുത്തേക്ക് പോകാൻ നമുക്കൊരു പേടിയായിരിക്കും, അല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു മൈൻഡ് നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ 7 കടി കിട്ടി, 8ാമത്തെ കടിയും കിട്ടി, അടുത്ത് തുടങ്ങി. അത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൈ റെസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ വരായിരുന്നത്. ഏവലെ എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചനോട് പറഞ്ഞാൽ ഇങ്ങനെ ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവൻ എന്തോ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കഷ്ടകാലം എന്ന് പറയാം. എൻ്റെ കഷ്ടകാലം പോട്ടെ, ഇവന് വലിയ ആക്ടിവിറ്റി കാണിച്ചില്ല കേട്ടോ. ഏവല് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു പറഞ്ഞു അന്ന്, അല്ലേ ഏവലെ? അന്ന് നല്ല പര കുറയായിരുന്നു എന്ന് വെച്ചാൽ ഇവർ അഴിച്ചു വിട്ടിട്ടില്ല. എന്ന് വെച്ചാൽ സ്ട്രേഞ്ചർ വരുമ്പോൾ അഴിച്ചു വിട്ടിട്ടില്ല. പക്ഷേ ഏബലിനോട് അന്ന് ഭയങ്കര അഗ്രഷൻ കാണിച്ചു എന്ന് പറഞ്ഞ്. എന്നോട് ഇപ്പോൾ അഗ്രഷൻ ഒന്നും കാണിച്ചില്ല. കണ്ടില്ലേ ആശാൻ ഇവിടെ, അല്ലേ? ശരിയാക്കട്ടെ എന്നെ ചേട്ടായി, ശരിയാക്കട്ടെ കൊച്ചിനെ. എന്താ ഇങ്ങനെ കിടക്കുന്നത്? എന്ത് പറ്റി? പറഞ്ഞാൽ അങ്ങനെ കിടന്നോളൂ, അല്ലേ?
ആദ്യമായിട്ടാണ് ഡോഗ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് കാലും ചൂട്ടി കിടന്നത് അല്ലേ? ഞാൻ പോട്ടെ ചേട്ടേ, പോട്ടെ പോട്ടെ ഞാൻ എന്നാ ഇവിടെ ഒന്നുകൂടി ഇരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കും. ഇവിടെ നിന്നിരിക്കും, ഇവിടെ സിറ്റ് കാലും ചൂട്ടി കിടക്കാൻ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും, സിറ്റ് ഇവിടെ ഇരിക്കടാ. എന്നാൽ ഷെയ്ക്കാൻ തരുമോ? ഇല്ലേ? ശരിയാക്കട്ടെ, ചെവി പിടിച്ച് കിഴക്കട്ടെ ഞാൻ. എൻ്റെ ജർമ്മൻ ഉണ്ട് കേട്ടോ, അവനെ ഞാൻ പിടിച്ചിങ്ങനെ ചെവി പിടിച്ച് കിഴുക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കിഴക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ. എന്താ മണത്ത് വെക്കുന്നത്? എന്താ മണത്ത് വെക്കുന്നത്? ഇപ്പം എല്ലാവരും പറയും മറ്റേ സ്പ്രേ ഉണ്ടെന്ന് പറയും എൻ്റെ അടുത്ത്. ആ പട്ടി മണത്തെന്ന് പറയാം. കടി കിട്ടിയ ദിവസം ഞാൻ സ്പ്രേ എടുക്കാൻ മറന്നുപോയി അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ പിന്നെ വലിയ എക്സ്പ്ലെയിൻ ഒരുപാട് സംഭവങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മോട് എപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കയ്യിൽ എന്തൊരു സ്പ്രേ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഈ സ്പ്രേ ഉള്ളതാണ് ഡോഗിനെ കടിക്കത്തെന്നൊക്കെ പറയലുണ്ടല്ലോ ആൾക്കാർ. ഇവിടെ വാ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് പറഞ്ഞാൽ, അങ്ങനെ പറയുന്ന ആൾക്കാർ കണക്കാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ 10-200 ഡോഗിന് മേലെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് 8 ഡോഗ് കടിച്ച്. അപ്പം ഒരിക്കലും സ്പ്രേ എടുക്കാതെ പോയിട്ട് കടി വാങ്ങേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാരണം ആനിമൽ ബൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ്. അത് റോഡ് വീലറിൻ്റെ ഒക്കെ ബൈറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ഡേഞ്ചറാണല്ലോ. അപ്പം സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡോഗും കടിക്കാതിരിക്കണമായിരുന്നു, പക്ഷേ കടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പ്രേ കാര്യങ്ങളൊന്നും ലൈഫിലൊന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവമൊന്നും ആരും ഇറക്കിയിട്ടില്ല. ഡോഗ് കടിക്കാതിരിക്കാനുള്ള സ്പ്രേ ഒന്നും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു സ്പ്രേ ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനിയിപ്പം അങ്ങനെ ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും ഇംഗ്ലീഷുകാരുടെ അടുത്തെങ്കിലും അവൈലബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്പ്രേയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കടിക്കും, സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടന്റുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ ഡോഗ് ഇറങ്ങിയപ്പം അവിടെ കൂട്ടിന് വലിയ കുഴപ്പമൊന്നും കാണിച്ച് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവനെന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടായാലും ചിലപ്പോൾ കയറി ബൈറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടോ? ചിലർ പറയും ഡോഗ് കൂട്ടിൽ നിന്ന് കുറച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഡോഗ് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ അടുത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോഗ് കയറി കടിക്കും അല്ലേ? പോലെ ഈവൻ നമ്മുടെ ആ സാറാസ് ഖാമനിലെ ഒരു ഡോഗ് ഓറിജിനെ എന്നെ കടിച്ചല്ലോ. ആ ഡോഗ് ഓറിജിനെ കൂട്ടി ജസ്റ്റ് കുറേ കഴിഞ്ഞ് ഞാൻ ലീഷ് ഇട്ടപ്പോൾ അവൻ സിമ്പിളായിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഇതുപോലെ ഈ ഡോഗ് വരുന്ന പോലെ ചിരിച്ച് കളിച്ച് എൻ്റെ ഒപ്പം വന്നാണ്. ഏകദേശം ഒരു 10-50 മീറ്റർ ഇങ്ങനെ കറങ്ങി തിരിച്ച് വന്ന് ഞാൻ ഇതുപോലെ വന്നിരുന്ന് ഇരിക്കടാന്ന് പറഞ്ഞപ്പോൾ അവൻ നേരെ ഇവിടെ വന്നിരുന്ന് നേരെ എൻ്റെ കഴുത്തേക്ക് കയറി പിടിക്കുക ചെയ്തു. അന്ന് കടിച്ചിട്ടുണ്ടല്ലോ. ഏകദേശം 10-40 മുറിവ് വന്നായിരുന്നു. അപ്പം അതൊക്കെ ഒരു ലക്കാണ്. ഇവിടെ ഇന്ന് നമുക്ക് ലക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ ഈ പറഞ്ഞൊരു കുര പോലും കുറച്ചില്ല. സാധാരണ അങ്ങനെ ലേബലിനോടൊക്കെ നല്ല കുരയായിരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ വലിയൊരു സംഭവമായിട്ട് കാണണ്ട ഒന്നുമില്ല. നമ്മുടെ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങ് കണ്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു ഡോഗ് നമ്മളെ കടിച്ചു, വീണ്ടും നമ്മളടുത്ത ഈ പരിപാടിക്ക് ഇറങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ പേരെന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്ക് നിർത്തിക്കൊള്ളാൻ പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിലാണ് കൂടുതൽ കമൻറ്റ് വന്നത്, യൂട്യൂബിൽ അധികം വന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ നിർത്താനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും നിങ്ങൾ ചലഞ്ച് തരൂ, നമ്മൾ വന്നോളാം, കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ മിക്കവാറും റോഡ് വീലർ ആയിരിക്കും. അത് 2 റോഡ് വീലറും ചലഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല അഗ്രഷൻ ഏതാണെന്ന് നോക്കട്ടെ. ആ അഗ്രഷനുള്ള ഡോഗിൻ്റെ തന്നെ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് നാടൻ ഡോഗിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് അവിടെ വരുന്നതായിരിക്കും കേട്ടോ. എടാ ഞാൻ പോട്ടെ, ടാറ്റ. എന്നാൽ കിടക്ക് തിരിഞ്ഞ് കിടക്ക് ഇങ്ങനെ തിരിഞ്ഞ് കിടക്ക്, ചെളിയാക്കരുത്. കിടക്കണോ അവിടെ? കിടക്കണോ? ശരിയാക്കട്ടെ തന്നെ ചേട്ടായി, ശരിയാക്കട്ടെ തന്നെ. എന്നാ എണീക്ക്, ബാ, ജമ്പ് ചാട്, ഇവിടെ ബ്രോ, ബാ, എന്നാ പോട്ടെ ഞാൻ. ടാറ്റ. അങ്കിളിനെ വിളിച്ചാലോ? അങ്കിളിങ്ങ് വരാം അങ്കിളെ. എൻ്റെ അച്ഛൻ വരുന്നു, വാ. എടാ അച്ഛൻ വരുന്നു. മറ്റേ ഫീമെയിൽ എത്ര പൈസ ഉണ്ടായിരുന്നു? 3 മാസം ആണോ? സംഭവിച്ചേ? ഓ, ടിക് ഫീവർ ആയിരുന്നു. ആണോ? ഇതിനും വന്നോ? അവിടുന്ന് തന്നെ പിടിച്ചത് പറഞ്ഞു. ഓ ശരി. പിന്നെ നമ്മളെ ഡോക്ടറെ കാണിച്ച്, പക്ഷെ അതിനെ രക്ഷപ്പെടുത്തി. അതിന് 1 ഗ്രാം ബ്ലഡ് ആയി പോയി. ആണല്ലേ? ഇവനെ പിന്നെ ഇല്ലായിരുന്നു. ഇവനെ പിന്നെ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ ശരിയായി. അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് ശരിക്കും ആ അസുഖം വന്നതിന്റെ. ഇപ്പോഴും കാൽസ്യവും കൊടുത്തോണ്ടായിരിക്കും. അതെ. അവൻ ആ ഒരു ക്ഷീണം എന്തായാലും അവന്റെ ആ ഫേസിലും അവന്റെ ശരീരത്തിലും കാണുന്നുണ്ട്. ഇപ്പൊ 1 വയസ്സായിട്ടുള്ളൂ അല്ലേ? കറക്റ്റ് ഈ മാസം കറക്റ്റ് 1 വയസ്സ്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ചായ കുടിക്കാം.